മാനസികമായി അവരെ തകർക്കപ്പെട്ട് ഇനി നിനക്കൊരു ലൈഫ് ഇല്ല, നിന്റെ ജീവിതം അവസാനിച്ചു, നീ വേസ്റ്റ് ആണ്. അതാണ് ഇവരെ എല്ലാവരെയും മരണം സ്വീകരിക്കാനുള്ള ആ ഒരു തലങ്ങളിലേക്ക് മാറ്റിയത്. അതിന്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിപ്പെൻഡൻസ് തന്നെയാണ്. ഈ പറയുന്ന സ്നേഹത്തിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥ. ഭർത്താക്കന്മാർ എന്ത് കാണിച്ചാലും അതൊക്കെ സഹിച്ച് എന്റെ ഏട്ടായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്വഭാവം കുറച്ചൊക്കെ ഒന്ന് മാറ്റണം. കാരണം സ്വന്തം ജീവിതം ബലി കൊടുക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ആണ് കുറച്ചൊന്ന് ചിന്തിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിപ്പെൻഡൻസ് തന്നെയാണ്. ഈ പറയുന്ന സ്നേഹത്തിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥ. ഓരോ പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ ലൈഫ്, ഒരു ആൺകുട്ടിയാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത്, കാരണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, എനിക്ക് ഓക്കെ ആയിട്ടുള്ള ആളുടെ കൂടെ അല്ലേ നമ്മൾ ജീവിക്കാൻ പോകുന്നു. പക്ഷെ അവരുടെ ഈ പറയുന്ന അകത്തെ ഈ ഒരു മൃഗീയമായ സ്വഭാവമൊക്കെ നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സൈക്കോളജി ഒക്കെ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 25 അപ്പുറം മാത്രമേ നമ്മൾ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാവുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ശ്രമിക്കണം. ചിത്രേ, കഴിഞ്ഞ ദിവസമായിരുന്നു തൃശ്ശൂർ എന്നൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണമാണ്. ഭർത്തൃ വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ചു. അപ്പൊ അതിനകത്തില് എന്ന് വെച്ചാൽ ഒരു മരണത്തിന് ശേഷം പൊതുവെ ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ ഈ വാർത്താ മാധ്യമങ്ങളിൽ അവരുടെ അച്ഛനമ്മമാരുടെയും അതേപോലെ സുഹൃത്തുക്കളുടെയൊക്കെ അവര് ഈ പെൺകുട്ടിയെ പറ്റി സംസാരിക്കുന്ന ഒരു കാര്യം. ഇപ്പോഴത്തെ ഈ കേസുകളൊക്കെ പുറത്തേക്ക് വരുമ്പോഴേ ഒരു പുതുമ തോന്നില്ല. കാരണം ഇതിനു മുൻപ് ഈ ഒരു പെൺകുട്ടി സൗദിയിൽ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ തന്നെ മറ്റൊരു വേർഷനാണ് ഞാൻ ഈ ഒരു കേസിനകത്തുള്ള അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. ശരിക്കും എത്രയൊക്കെ പറയുന്നത്, നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാരേജ്, വിവാഹത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണ്, ഏത് ഏജിലാണ്. അപ്പൊ അതിനകത്തിൽ വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രായം ഒന്നും അടിസ്ഥാനമല്ല, എന്താ നമ്മൾ വെറുതെ പൊട്ടത്തരം പറയുകയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ സമൂഹത്തിൽ സംഭവിക്കുന്നില്ല എന്ന്. ഇത് ഈ ഒരു ചർച്ചന് ശേഷമാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത വന്നത്. ശരിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതേ ആ പെൺകുട്ടികൾ അതേ വീട്ടിൽ തന്നെ തുടരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? അത് ഈ ഭർത്താക്കന്മാരോടുള്ള ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹമായിരിക്കാം കാരണം അവർക്ക് ആ ഒരു ലോകം വിട്ടിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്തതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു ടോക്സിസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള വഴികൾ നോക്കുക എന്നുള്ളതാ. ഇല്ലാതെ നമ്മൾ ഈ നേരത്തെ സീരിയലുകളിലൊക്കെ ഓരോ നായികമാരുണ്ടാവുമല്ലോ, ഭർത്താക്കന്മാർ എന്ത് കാണിച്ചാലും അതൊക്കെ സഹിച്ച് എന്റെ ഏട്ടായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്വഭാവം കുറച്ചൊക്കെ ഒന്ന് മാറ്റണം. കാരണം അവർക്ക് അത്രയോ ഇപ്പൊ ഈ ഇയാളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, തൃശ്ശൂരത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഭാര്യ വീട്ടുകാരല്ല, ആ കുട്ടിയുടെ വീട്ടുകാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മോള് തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതൊക്കെ മനസ്സിലാക്കി അത് അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യാതെ എന്താണ് അതിനുള്ള വഴികൾ എന്നുള്ളത് നോക്കി കണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ലായിരിക്കാം. പക്ഷെ സ്വന്തം ജീവിതം ബലി കൊടുക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ആണ് കുറച്ചൊന്ന് ചിന്തിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രണയവിവാഹമായിരുന്നു എന്നുള്ളതാണ് കൂടുതൽ പുറത്തേക്ക് വരുന്ന ഒരു കാര്യം. പ്രണയവിവാഹമായിരുന്നു. 20 വയസ്സുള്ള പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. കുട്ടി ഗർഭിണിയുമായിരുന്നു. അപ്പോ ഈ ഒരു പറയുന്ന ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് വിഷയം തന്നെയല്ലേ? കാരണം എത്രയൊക്കെ നമ്മള് സപ്പോർട്ടീവായിട്ട് പ്രോഗ്രസീവായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഏജ് കാറ്റഗറി, കാരണം ഓരോ ഏജിനും ഓരോ തലത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത്. ഈ പറയുന്ന മാനസികപരമായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കാലഘട്ടത്തിലാണ് ഇംപ്രൂവ് ചെയ്തു പോകുന്നത്. അത് എത്രയൊക്കെ ഈ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു സത്യാവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തില് ഇഷ്ടത്തിന് വിവാഹം കഴിച്ചതാണ്. ഇതിന് ഈ മരണശേഷം ഇപ്പൊ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഈ ഒരു ബൈറ്റിനകത്ത് കേട്ടത് കുട്ടി ക്ലാസ് ടോപ്പർ ആയിരുന്നു, കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യാനായിരുന്നു താല്പര്യം. ഇപ്പുറത്തെ ഇതിന്റെ പാഷൻസിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഇത് ഡെയിലി ഇതിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനുശേഷം ഒരു പ്രണയബന്ധം ഉണ്ടാകുന്നു. 20ാമത്തെ വയസ്സിൽ അവര് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്നു. ആ എത്തിയ വീട് ഇവരുടെ ഈ പറയുന്ന ഈ സ്വപ്നങ്ങളെയൊക്കെ ഉടയ്ക്കുന്ന രീതിയിലേക്ക്, ഒന്ന് ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരോട് പോലും സംസാരിക്കാൻ സമ്മതിക്കാത്ത അങ്ങനെ ഒരു വീട്ടിലെ സാഹചര്യത്തിലേക്ക് ചെന്ന് പെടുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ച് ആ ഒരു ബാക്കപ്പിലേക്ക് വരാൻ സാധിക്കുന്നില്ല? ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സ്വഭാവം, ഇത്തരത്തിലുള്ള ടോക്സിസിറ്റി നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങും. ഒരു ചെറിയതായിട്ടുള്ള ഒരു സിംറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഒരു റെഡ് ഫ്ലാഗ് നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും.
പിന്നീട് മാത്രമാണ് അവർക്ക് പെട്ടെന്നൊന്നും ഇവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു 2 ദിവസം മാത്രം നിലനിൽക്കുന്ന ഒരു പ്രണയബന്ധം ആയിരിക്കില്ല ഇവരുടെ. കുറെ നാളുകൾ കൂടി പ്രണയിച്ചിട്ടായിരിക്കുമല്ലോ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു കല്യാണത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ നേരത്തെ തന്നെ ഈ റെഡ് ഫ്ലാഗിന്റെ കുറച്ച് പിങ്ക് വേർഷൻ ഒക്കെ ആയിട്ട് കാണിച്ച് തുടങ്ങുന്നുണ്ടാവും. അത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ഓഫ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ശരിക്കും അപ്പൊ ഈ ഒരു റെഡ് ഫ്ലാഗ് ഇപ്പൊ പറഞ്ഞില്ലേ, റെഡ് ഫ്ലാഗുകളുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പേഴ്സണൽ കാര്യങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തിപരമായി തീരുമാനം എടുക്കാനുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. ഒരാളോടും ഒപ്പീനിയൻ ചോദിക്കണം. കാരണം എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കഴിക്കണം, എവിടെ പോകണം, അല്ലെങ്കിൽ എന്താണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഈ പറയുന്നതൊക്കെ നമ്മുടെ മൗലികമായിട്ടുള്ള കുറച്ച് അവകാശങ്ങളാണ്. ഈ സാധനത്തിലേക്കായിരിക്കും ഈ പറയുന്ന കെയറിങ് അല്ലെങ്കിൽ ഇഷ്ടക്കൂടുതൽ എന്ന രീതിയിലേക്ക് ഇവർ കടന്നു കയറുന്നത്. അപ്പോ ഇതിനകത്ത് സ്നേഹം എന്നൊരു ടാഗ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോ ഈ പ്രണയബന്ധത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു അതിന്റെ അകത്തിൽ പെട്ടുപോവുകയും അതിനുശേഷം ഒരു ഇവരുടെ തന്നെ ഒരു പ്രൈവറ്റ് ലൈഫിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ അക്സെപ്റ്റബിൾ അല്ല എന്ന് ആ ഒരു തലങ്ങളിലേക്ക് മാറുന്നത്. കാരണം സ്വന്തം വീട്ടിൽ നിൽക്കുന്നതും മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതും തമ്മിൽ ഒരുപാട് എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ 20 വയസ്സുള്ള ഒരു കുട്ടി ഇത്തരം പ്രശ്നങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഇതിനെ ആ വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള പൂർണ്ണ റെസ്പോൺസിബിലിറ്റി മാതാപിതാക്കളും കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ആ ഒരു വില്ലിങ്ങും കൂടി ആയിരിക്കണം. അതാണ് പ്രശ്നം. അവര് വരാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പൊ ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലീസിന് ഇടപെടാൻ പറ്റുന്ന, അതായത് ഭാര്യ വീട്ടുകാർക്ക് ഇടപെടാനായിട്ട് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഭർത്താവിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്തെങ്കിലും സംസാരിക്കാം. പക്ഷെ ഭാര്യ വീട്ടുകാർക്ക് എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവരവിടെ അല്ല അത് എടുത്തു കളയണം. പക്ഷെ ഇതിന് ആ കുട്ടി കൂടി വില്ലിങ് ആവണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു പറഞ്ഞ റിസ്ട്രിക്ഷൻസിന്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് കൊല്ലത്തു നിന്നാണെന്ന് തോന്നുന്നു ഒരു വാർത്ത ഞാൻ കേട്ടത്. മിലിറ്ററി ഓഫീസർ ആ പെൺകുട്ടിയുടെ ആ കുട്ടീനെ അബോർട്ട് ചെയ്യും. കാരണം അതിന്റെ മദർ ഇൻ ലോ പറഞ്ഞത് നിന്റെ കുട്ടി അല്ല അത്, ആ കുട്ടീനെ ചവിട്ടി ആ ഗർഭം കലക്കാൻ വേണ്ടിയിട്ട് അമ്മായിമ്മ പറയുന്ന ഒരു സാഹചര്യം കൊല്ലത്തു നിന്നാണ് ആ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഒരു സാഹചര്യം നമ്മൾ കാരണം നമ്മളൊക്കെ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന് കൂടെയാണ് ജീവിക്കുന്നത്. അല്ലാതെ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ മാറ്റി വെച്ച് അവരുടെ ടോക്സിസിറ്റിയും സഹിച്ച് ഈ പറയുന്ന രീതിയിൽ രാവിലെ തൊട്ട് നമ്മളെ പറ്റി മോശം പറഞ്ഞ് നമ്മളുടെ യാതൊരുവിധ ഈ പറയുന്ന പാഷൻ ഡ്രീംസ് എല്ലാം കളഞ്ഞിട്ട് അവരോടൊപ്പം നിന്നിട്ട് അവരുടെ കുറച്ച് സ്നേഹ ലാളനങ്ങൾ കേട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊക്കെ ഇതേ രീതിയിൽ തിരിച്ച് ആ ഒരു വേർഷനിൽ നമ്മൾ അവരെ കെട്ടിയിടുകയാണെങ്കിൽ അവരവിടെ നിൽക്കുമെന്ന് അങ്ങനെ നിൽക്കില്ല. ഇത് ആര് അതാ ഞാൻ പറഞ്ഞത്, സീരിയലുകളിലെ പോലുള്ള ത്യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ മറന്നേക്കുക. അങ്ങനെ ഒന്നും നമുക്ക് ജീവിക്കാനേ പറ്റില്ല. കാരണം ഇന്ന് കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, ഓപ്ഷൻസ് എന്ന് ഉദ്ദേശിച്ച വേറെ ആൾക്കാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പല കാര്യങ്ങളുണ്ട്. പല ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ മാനസികമായിട്ട് തയ്യാറെടുത്തില്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണ്ടേ? പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിപ്പെൻഡൻസ് തന്നെയാണ്. ഈ പറയുന്ന സ്നേഹത്തിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥ. പിന്നെ നമ്മളുടെ ആ ഒരു മൂവ് ഓൺ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അതിനകത്തിൽ ഇത്രയും ചിത്രാദ്യം പറഞ്ഞില്ലേ, ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ള ആ ഒരു പ്രണയബന്ധമായിരിക്കാം. ആ വർഷങ്ങളായിട്ടുള്ള ആ ഒരു പ്രണയബന്ധത്തിൽ നിന്നും ഒരു മൊമെന്റില്, കാരണം ഇവരുടെ മറ്റൊരു വേർഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് ഇറങ്ങി വന്ന് നമുക്കൊരു ലൈഫ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആൾക്കാർ മാത്രമേ ഇത്തരം ഈ ജോഷ് ടോക്സിലേക്ക് വരുന്നതിൽ മിക്ക ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ കുറെ വർഷമായിട്ട് അതിനകത്തിൽ കിടന്ന് അനുഭവിച്ച് എനിക്കൊരു ലൈഫ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു എൻലൈറ്റൻ മൊമെന്റിലാണ് അവർ തിരിച്ച് അവരുടെ ബാക്കപ്പ് ലൈഫിലേക്ക് വരുന്നത്. അങ്ങനെ വരാൻ പറ്റാത്ത ഒരാൾക്കാരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല മനുഷ്യരുടെ ഇടയിൽ കടന്ന് മരിക്കുക, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വേദനകളൊക്കെ സഹിച്ച് അവര് തന്നെ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ 2 ചോയ്സസ് മാത്രമേ ഉള്ളൂ. അതിനകത്തിൽ ഈ പറയുന്ന ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സംഭവിക്കാൻ നീയാണ് കാരണം, നീ അങ്ങനെ പോയിട്ടല്ലേ. ഈ കുട്ടിയുടെ തന്നെ കമന്റ് ബോക്സിനകത്ത് ഞാൻ കണ്ടൊരു സാധനമാണ്, സ്വന്തം ഇഷ്ടപ്രകാരം പോയി കല്യാണം കഴിച്ചല്ലേ, നീ തന്നെ ചൂസ് ചെയ്തതല്ലേ.
അപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ലൈഫ് നമ്മളല്ലാതെ പിന്നെ പുറത്തുനിന്ന് ആരും ഒന്നാണ് ഈ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഏതൊരു ഇപ്പൊ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇതിനു മുൻപ് നടന്നിട്ടുള്ള കുറേയധികം പെൺകുട്ടികൾ മരണപ്പെട്ടത് അറേഞ്ച് മാരേജിലൂടെയാണ്. ഈ അറേഞ്ച് മാരേജിൽ ആൾക്കാരെ വീട്ടുകാർ കണ്ടെത്തി കൊടുത്തതാണ്. എന്തുകൊണ്ട് അപ്പോ ഇവർക്ക് സാധിച്ചില്ല? ഇവരുടെ ഉള്ളിലുള്ള മറ്റൊരു സൈക്കോസിസ്, ആ ഒരു സ്വഭാവം കണ്ടെത്താൻ എന്തുകൊണ്ട് ഇവർക്ക് അറിയാൻ സാധിച്ചില്ല? അതൊരു വലിയ നമ്മൾ ചൂസ്, ഇപ്പൊ ഈ ഓരോ പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ ലൈഫ്, ഒരു ആൺകുട്ടിയാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത്, കാരണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, എനിക്ക് ഓക്കെ ആയിട്ടുള്ള ആളുടെ കൂടെ അല്ലേ നമ്മൾ ജീവിക്കാൻ പോകുള്ളൂ. പക്ഷെ അവരുടെ ഈ പറയുന്ന അകത്തെ ഈ ഒരു മൃഗീയമായ സ്വഭാവമൊക്കെ നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സൈക്കോളജി ഒക്കെ പഠിച്ചിരിക്കണം. ഇത് ആളുകളെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഇതിപ്പോ ഒരു 5-6 വർഷം നമ്മൾ പ്രണയിച്ച് നടന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കണ്ടെത്താനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് വരും. പക്ഷെ അവര് അവരുടേതായിട്ടുള്ള സ്വഭാവം കുറച്ച് കാണിക്കുന്നുണ്ടാവും നേരത്തെ മുതലേ. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാത്രമേ നല്ല വിഷമങ്ങളുണ്ടാവും. ഈ പറയുന്ന റെഡ് ഫ്ലാഗുകളൊക്കെ കണ്ടുപിടിച്ച്, അല്ലെന്ന് വെച്ചാൽ നമ്മള് പതുക്കെ കണ്ടെത്തി ഈ സിംറ്റംസ് ഒക്കെ ഇതൊന്നെങ്കിൽ റിയലൈസ് ചെയ്യണം. കാരണം നമ്മളിപ്പോ ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് മനസ്സിലാവത്തില്ല ഇത് റെഡ് ഫ്ലാഗ് ആണ്, ഇത് കൃത്യമായിട്ടുള്ള ടോക്സിസിറ്റി ആണ്. ചിത്രം തന്നെ ആലോചിച്ച് നമ്മുടെ ചുറ്റുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ തന്നെ എത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ടോക്സിസിറ്റി ആണ്. ഈ പറയുന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഈ പറയുന്ന നമ്മളെ മോശം പറയുന്ന, ഈ പറയുന്ന തെറി പറയുന്ന, അത് ഭയങ്കര ഹീറോയിസ്റ്റിക് ആയി കണ്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് ഇത് ടോക്സിക് ആണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അല്ല, അതിപ്പോ മനസ്സിലാവില്ല. കുറെ കഴിഞ്ഞ എന്നോട് അവനുള്ള സ്നേഹമാണ്. ഈ ഡെയിലി ഈ സാധനം കേട്ടോണ്ടിരുന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് ഈ ബെഡ്റൂമിൽ എത്തുമ്പോൾ മാത്രം ഒരു പ്രത്യേക സ്നേഹങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഒരു സാധനം എത്ര നാള് വർക്ക്ഔട്ട് ചെയ്ത് പോവാന്നാണ് ഇവര് വിചാരിക്കുന്നത്. ഇത് 1-2 ദിവസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുത്ത്, ചില ആൾക്കാരൊക്കെ ഒരു വർഷമൊക്കെ ഒന്ന് നോക്കും. കാരണം 5 വർഷമൊക്കെ പ്രണയിച്ചിട്ടായിരിക്കുമല്ലോ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് ഈ ഒരു വർഷത്തിനകത്തില് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ സ്കിപ്പ് ആവണം, അവിടെ നിന്ന് മൂവ് ഓൺ ആവണമെന്നൊരു അവസ്ഥയാണുള്ളത്. ഈ അറേഞ്ച് മാരേജിലാണെങ്കിലും അല്ലാതെ ലവ് മാരേജിലാണെന്നുണ്ടെങ്കിലും ഒരേ ഏജ് ഉള്ള ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ കുറച്ചുകൂടി കുഴപ്പം വരുന്നില്ല. ഇത് അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും വേറെ രീതിയിലൊക്കെ ആളുകൾ വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ഏജ് കുറവാണെന്നുണ്ടെങ്കിലും ആൺകുട്ടിയുടെ ഏജ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും അവിടെ ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ വരും. അവിടെ ഒരു ഡൊമിനേറ്റിംഗ് ഒരു സംഭവം അവിടെ എന്തായാലും വരും. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് കുറച്ചുകൂടി ഒരു ടോക്സിസിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എനിക്ക് അങ്ങനെ കുറെ ആളുകൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മിക്ക ആൾക്കാരുടെ ഇടയിലും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ ചിന്ത കുറച്ചുകൂടി മുന്നേ ആയിരിക്കും, ആണുങ്ങളുടെ ചിന്ത കുറച്ചുകൂടി മുന്നേ ആയിരിക്കും. അപ്പോ നമ്മൾ അതനുസരിച്ച് വരാൻ പറ്റായിക അതിനകത്ത് എന്തായാലും ഉണ്ടാവും. നമുക്ക് സാഹചര്യങ്ങളിലെ പരിചയമില്ല, അല്ലെങ്കിൽ നമുക്ക് ജീവിതാനുഭവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ മൈൻഡ് ആ ഒരു സമയത്ത് നമ്മൾ പ്രിപ്പയർഡേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 25 അപ്പുറം മാത്രമേ നമ്മൾ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാവുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ശ്രമിക്കണം. ഈ പറയുന്ന രീതിയിൽ ഒന്ന് സക്സസ് ആവാൻ തന്നെ സമയം എടുക്കൂലേ. പേഴ്സണലി സക്സസ് ആവാതെ ഒരാൾക്കും എത്ര നാള്, എനിക്ക് ഒരു പ്രധാന ഇവര് മനസ്സിലാക്കേണ്ട ഈ ഏജ് കാറ്റഗറി എന്ന് നമ്മൾ പറയുന്നത്, ഈ പറയുന്ന സെൽഫ് റെസ്പെക്ട്, വേർത്ത്, നമ്മളോട് ഒരാൾക്ക് വേർത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം സക്സസ് ആയിരിക്കണം. സക്സസ് ആവാതെ നമ്മൾ ഫെയിൽഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് എന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് എന്ത് വിലയായിരിക്കും ഉള്ളത്? ഈ പറയുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നത് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പരസ്പരം റെസ്പെക്ട് ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാള് എനിക്ക് ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഇയാൾ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നതിന് എനിക്കൊരു കാരണം വേണം. ഈ കാരണമില്ലാതെ തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ടാണ് ഇവർക്ക് നമ്മളെ വേണ്ടാതാക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഈ സ്നേഹവാക്കുകളൊക്കെ മാറി അതേ വാഗുകൊണ്ട് തന്നെ ഏറ്റവും മോശമായി നമ്മളെ ചിത്രീകരിക്കപ്പെടുന്നതും, കാരണം അവരിനി നമുക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് മാനസികമായി തകർക്കപ്പെടുക. അതാണ് ഈ പറയുന്ന എല്ലാ പെൺകുട്ടികളും സംഭവിച്ചിട്ടുള്ളത്. ഈ മെന്റൽ ഹെൽത്ത് നശിപ്പിക്കുക, മാനസികമായി അവരെ തകർക്കപ്പെട്ട് ഇനി നിനക്കൊരു ലൈഫ് ഇല്ല, നിന്റെ ജീവിതം അവസാനിച്ചു, നീ വേസ്റ്റ് ആണ്. അതാണ് ഇവരെ എല്ലാവരെയും മരണം സ്വീകരിക്കാനുള്ള ആ ഒരു തലങ്ങളിലേക്ക് മാറ്റിയത്. അപ്പൊ ഈ പറയുന്ന പേരന്റിങ് സപ്പോർട്ടിങ് ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ കുറച്ചുകൂടെ വീക്കായി പോകും, അല്ലെങ്കിൽ കുറെ കൂടെ അവര് അനുഭവിച്ചിട്ട് ഇവിടുന്ന് ലോകത്തുനിന്ന് പോകുന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഈ പേരന്റിങ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് ഇപ്പൊ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി സൈക്കോളജിസ്റ്റിനെ കാണ്, കൗൺസിലേഴ്സിനെ കാണ്. ഇതിനുള്ള സാഹചര്യം വീട്ടിൽ നിന്ന് പോവാൻ പറ്റണ്ടേ, അതിന് പോലും ഇല്ല, സാഹചര്യം ഇല്ലാതെ പെട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല
ഈ പറയുന്ന ന്യൂസിന്റെ അടിയിൽ വന്നിട്ട് ചില ആൾക്കാർ ഞാനും ഇതേ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതേ കമന്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ഇതേ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാനും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ ഇത്രയും അധികം അനുഭവിക്കുന്നുണ്ട്, എന്നെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ആണ് ചിത്രേ, ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പല വാർത്താ മാധ്യമങ്ങളുടെയും കമന്റ് ബോക്സിൽ ഓരോ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇത്രയധികം ഡൊമസ്റ്റിക് വയലൻസ്, ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ സെക്ഷൽ അബ്യൂസസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഇത് അവരവര് തന്നെ വിചാരിക്കണം. ഇല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട്, നമ്മൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടോ നാട്ടുകാർ പറഞ്ഞിട്ടോ ഇവരാരും മാറാനൊന്നും പോകുന്നില്ല. ഇത് അവരവര് തന്നെ വിചാരിച്ച് അവരവര് തന്നെ മുന്നോട്ട് അവരുടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവര് ശ്രമിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഇടയിൽ ഇപ്പം കമന്റ് ഇടുന്ന ആൾക്കാരെ നമുക്ക് ഇപ്പൊ കണ്ടാലും മനസ്സിലാവും, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈല് കാണുമ്പോൾ അത് ഇന്ന ആളാണെന്നുള്ളത് മനസ്സിലാവും. ഈ റോഡിൽ കൂടെ നടക്കുന്ന എത്രയോ ആൾക്കാര് ഇതേ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും, മെന്റൽ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ റോഡിൽ കൂടെ പോകുന്ന മിക്ക ആളുകൾക്കും പല പല കഥകളായിരിക്കും പറയാനുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ കണ്ടാൽ പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. അവരവരുടെ സ്വകാര്യമായിട്ടുള്ള ടൈമിൽ അവരുടെ ഇമോഷൻസ് എടുക്കുമായിരിക്കും. പക്ഷെ ഇത് അവരവരെ തന്നെ മുന്നോട്ട് എനിക്ക് ജീവിക്കണം, അവർക്ക് ജീവിക്കണം എന്ന ആദ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് തന്നെ ഈ ഒരു കാര്യം കൊണ്ട് വെറുതെ ജീവിക്കണമെന്നല്ല, അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ സാധിക്കണം. അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്നൊരു ഇല്ലായ്മ ഇല്ല, ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് മിക്ക ആൾക്കാരും ഈ പറയുന്ന സൂയിസൈഡ് എന്ന് പറയുന്ന അവസാനത്തെ തലങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. സ്വന്തമായിട്ട് ഒരു ഹാപ്പിനെസ് ഇല്ല, നമുക്ക് സമാധാനം കിട്ടുന്നില്ല, അതിനകത്ത് നമുക്കാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ശരി എന്നുണ്ടെങ്കിൽ സ്നേഹത്തിന് വലിയ വാല്യൂ കൊടുക്കണ്ട എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വില കൊടുത്ത് ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാ. സെൽഫ് ലവ് എന്നൊക്കെ വെറുതെ പറയുന്നതല്ല. സെൽഫ് ലവ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ, സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ കിടന്നു കഴിയുമ്പോൾ തന്നെ ഉറങ്ങി പോകുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് വേറെ ടെൻഷൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, അവര് ആ അറ്റ് പ്രസന്റ് അങ്ങനെ ആലോചിച്ച് അവര് ടെൻഷൻ അടിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാര് ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് കൂട്ടി അവരുടെ ജീവിതം കൊണ്ട് കളഞ്ഞിട്ട് പോവാന്ന് മാത്രമേ നമുക്ക് ഇവരോടൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തിനീ സഹിച്ചു നിൽക്കുന്നത്? പറ്റുന്നില്ല, മനസ്സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോവുക, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ കെട്ടിയ ആൾക്കാരാണെങ്കിൽ ഡിവോഴ്സ് വാങ്ങുക. ഒരു കോടതിയും നിങ്ങൾക്ക് ഡിവോഴ്സ് തരാതിരിക്കുന്നില്ല. അവിടെയൊക്കെ പോയി കോർട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കേസിന്റേതായിട്ടുള്ള മുന്നോട്ട് അങ്ങനെ തന്നെ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ വീട്ടുകാരെ സ്വീകരിക്കുന്നില്ല ബാക്കിയുള്ളതൊക്കെ പിന്നെ ആലോചിക്കാം, ബാക്കിയുള്ളതൊക്കെ പുറകെ വന്നോളൂ. ഈ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്രേക്കപ്പ് ആക്കിയിട്ട് പോവുക, അത്രേ ഉള്ളൂ. പറ്റുന്നില്ലേ കളയുക. അതിന്റെ അപ്പുറത്തേക്ക് നിന്ന് സഹിച്ച് മെഴുകി ഇവരുടെ ടോക്സിസിറ്റിയും ഇവരുടെ ഈ പറയുന്ന മെന്റൽ ഫ്രസ്ട്രേഷൻ, സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒക്കെ എടുത്ത് തലയിൽ വെച്ച് നമ്മൾ മറ്റേ ഈ വിക്രമാദിത്യനതിലും വേതാളം പോലെ നമ്മൾ വിക്രമാദിത്യനായിട്ട് ഈ വേതാളത്തിനെയും തലയെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ജസ്റ്റ് മൂവ് ഓൺ. ആ ഒരു സാധനം നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കുക. അതോടൊപ്പം തന്നെ സന്തോഷമായിട്ട് ഇഷ്ടമുള്ളവരോടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. വേറെ ആരുടെയും ലൈഫിലേക്ക് കടന്നുപോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അങ്ങനെ ആണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക. മരണം എന്ന് പറയുന്നത് അത് ഏറ്റവും ഒരു എന്താ പറയാ എസ്കേപ്പാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഒളിച്ചോടാൻ പോകുന്നൊരവസ്ഥയാണ്. ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ഈ നമ്മളെ ദ്രോഹിച്ച ആൾക്കാരുടെയൊക്കെ മുമ്പിൽ സക്സസ് ആവാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ജീവിച്ച് കാണിക്കാന്നുള്ള കാര്യമുള്ളൂ. മരിച്ചത് കൊണ്ട് എന്താ, അവനിപ്പോ പുറത്ത് കുറച്ച് വർഷം കഴിയുമ്പോൾ എന്തായാലും വരും, വന്നിട്ട് അവൻ വീണ്ടും ജീവിക്കും. ആ ഒരു അവസ്ഥയല്ലേ ഉള്ളൂ. അപ്പോ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ സഹോദരങ്ങള് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്ര സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അവരെ കൂടെ നിർത്തിയിട്ട് മൂവ് ഓൺ ആവാൻ സഹായിക്കുക എന്നതാണ് നിങ്ങൾ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.